ഇതുവരെ കൈവരിച്ച നേട്ടങ്ങൾ, മികച്ച മാതൃകകൾ, ഒപ്പം കുറവുകൾ, ഇതെല്ലാം ചർച്ച ചെയ്യുന്നതിനും മികച്ച മാതൃകകൾ അവതരിപ്പിക്കുന്നതിനും എല്ലാമായിട്ടുള്ള ഒരു വിപുലമായിട്ടുള്ള കോൺക്ലേവ്, ദേശീയ കോൺക്ലേവ് ഏപ്രിൽ 9 മുതൽ 13 വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുകയാണ്. അതിൽ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും മാലിന്യ സംസ്കരണ ശുചിത്വ മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അവിടെ അവതരിപ്പിക്കാൻ അവസരമുണ്ടാവും. മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും. നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യകൾ, ഇതെല്ലാം അവിടെ പ്രദർശനം ഉണ്ടാവും, ലൈവ് ഡെമോൺസ്ട്രേഷൻസ് ഉണ്ടാവും. അതോടൊപ്പം തുടർന്നുള്ള ഭാവി പ്രവർത്തനം സംബന്ധിച്ച കാഴ്ചപ്പാടും അതിൽ അവതരിപ്പിക്കും. ഇതുവരെ നാം കൈവരിച്ച നേട്ടങ്ങളുടെ ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് അവിടെ വെച്ച് പ്രകാശനം ചെയ്യും ഉദ്ഘാടന സമ്മേളനത്തിൽ. സമാപന സമ്മേളനത്തിൽ ഒരു വിഷൻ ഡോക്യുമെന്റ് തുടർന്ന് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. ഏപ്രിൽ 9 വൈകുന്നേരം. സമാപനം 12-നാണ്. 13 എന്ന് പറയുമ്പോൾ വിഷുവിൻ്റെ തലേന്നായതുകൊണ്ട് 12-ന് സമാപനം. 13 വരെ എക്സിബിഷൻ പോവും. സമാപനം ഗവർണറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 2 ചടങ്ങിലും തദ്ദേശ വകുപ്പ് മന്ത്രി അധ്യക്ഷനായിരിക്കും. മറ്റ് മന്ത്രിമാർ, സ്പീക്കർ, മറ്റ് മന്ത്രിമാർ തുടങ്ങിയ ആളുകളെല്ലാം, പ്രതിപക്ഷ നേതാവ്, എല്ലാവരെയും, ചീഫ് സെക്രട്ടറി തുടങ്ങിയ എല്ലാവരെയും ഇക്കാര്യത്തിൽ ക്ഷണിച്ചിട്ടുണ്ട്. ഈ കോൺക്ലേവിൻ്റെ പ്രത്യേകത, ഇതിൽ വിശാലമായിട്ടുള്ളൊരു യോജിപ്പും ഐക്യവും ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ പ്രധാനമാണ്. ജനകീയമായൊരു മുന്നേറ്റം ഉണ്ടാവണം. പ്രതീക്ഷിച്ചതുപോലെ ഒരു ജനകീയ മുന്നേറ്റമായിട്ടുണ്ടോയെന്ന് വെച്ചാൽ എൻ്റെ മറുപടി അത്ര ആയിട്ടില്ല എന്നുള്ളതാണ്. ചില സ്ഥലങ്ങളിലൊക്കെ വളരെ ജനകീയമായിട്ടൊരു മുന്നേറ്റമായിട്ടത് വന്നു. അവിടെ നല്ല റിസൾട്ട് ഉണ്ടായി. പക്ഷേ കേരളത്തിലാകെ ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് ഇനി ഇത് മാറേണ്ടതുണ്ട്. കാരണം ഓരോ വ്യക്തിക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോഴും ഒരു പൊതുവായ ധാരണ നിൽക്കുന്നത് ഇത് തദ്ദേശ സ്ഥാപനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നുള്ളതാണ്. അങ്ങനെയല്ല. അപ്പോൾ ഒരു ജനകീയ പ്രസ്ഥാനമാക്കിയിട്ട് ഇതിനെ മാറ്റുക എന്നത് കൂടി കോൺക്ലേവിൻ്റെ ലക്ഷ്യമാണ്. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുമായിട്ടുള്ള ഒരു മുഖാമുഖം ഇതിൻ്റെ ഭാഗമായിട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറച്ച് കുറവ് വന്നിട്ടുണ്ടെങ്കിലും കുറേ കാലമായിട്ട് കണ്ടുവരുന്ന പ്രവണത, ഏത് ഒരു മാലിന്യ സംസ്കരണ പദ്ധതിയോ പ്ലാന്റൊന്നും വേണ്ട, ചെറിയ എന്തെങ്കിലും ഒരു മിനി MCF സ്ഥാപിക്കാൻ വന്നാൽ തന്നെ എതിർക്കുക എന്നുള്ളതാണ്. ഒരു മിനി MCF ഒരു വാർഡിൽ വെക്കുന്നതാണ് ഈ മിനി MCF. മിനി MCF സ്ഥാപിക്കാൻ അനുവദിക്കാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. ഈ 1.5 കൊല്ലം കൊണ്ട് ക്യാമ്പയിൻ 2 വർഷം പിന്നിടുമ്പോൾ 7400 മിനി MCF ഉണ്ടായിരുന്നത് ഇപ്പോൾ 19,721 3 ഇരട്ടിയോളമായിട്ട് കൂടി. MCF 4 തദ്ദേശ സ്ഥാപനങ്ങൾ ഒഴികെ ബാക്കി എല്ലായിടത്തും വന്നു. അതുപോലെ RRF ഒരു ബ്ലോക്കിൽ 1 വേണ്ടത്. നേരത്തെ 87 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഇരട്ടിയിലധികമായി 192. 152 ബ്ലോക്കാണുള്ളത്. പക്ഷേ അതിനപ്പുറം നമുക്ക് RRF റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇത്രയും സംവിധാനങ്ങൾ ഈ കാലയളവിൽ നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞു. ചെറിയ കാര്യമല്ല. ഈ സംവിധാനം ഒരുക്കുക എന്ന് പറയുമ്പോൾ ഇതെല്ലാം പലതരത്തിലുള്ള തടസ്സങ്ങളെയും എതിർപ്പുകളെയും പ്രാദേശികമായ സമരങ്ങളെയൊക്കെ മറികടന്നിട്ടുണ്ടാക്കിയിട്ടുള്ളതാണെന്നും കൂടി കാണണം. വലിയ അധ്വാനം ഇതിന് വേണ്ടി വന്നിട്ടുണ്ട്.